സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്ന് എഴുതിടുമേ. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം വീണാളാ, ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിൻ നാളെല്ലാം വീണാളാ, ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം എന്ന ഈ TV പ്രക്ഷേപണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ ಹಾರ್ದವമായി ഞങ്ങൾ ಸ್ವಾಗತ ചെയ്യുന്നു. ಸತ್ಯವಾಕ್ಯ ಎಂಬಂತ ಈ TV ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಿಮ್ಮನ್ನೆಲ್ಲರನ್ನು ನಾವು ಮತ್ತೊಂದು ಬಾರಿ ಸ್ವಾಗತ ಮಾಡುತ್ತೇವೆ. വിവിധ സ്ഥാനങ്ങളിൽ ഞങ്ങളെ ശ്രവിക്കുകയും ഞങ്ങളുമായി ബന്ധപ്പെടുകയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ വളരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ಬೇರೆ ಬೇರೆ ಕಡೆಗಳಲ್ಲಿ ಆಗಿದ್ದುಕೊಂಡು ನಮ್ಮನ್ನು ಕೇಳಿದಂಥ ಹಾಗೂ ನಮಗೆ ಕರೆ ಮಾಡಿದಂಥ ಎಲ್ಲರಿಗೂ ನಾವು ಧನ್ಯವಾದವನ್ನು ಸಲ್ಲಿಸುತ್ತೇವೆ. ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. ഇന്ന് ക്രൈസ്തവ സമൂഹം കടന്നു പോകുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പ്രാരംഭമായി ചിന്തിച്ചത്. ಕಳೆದ ಸಂಚಿಕೆಯಲ್ಲಿ ನಾವು ಕ್ರೈಸ್ತ ಸಮೂಹವು ಹಾದು ಹೋಗುತ್ತಿರುವಂತ ಒಂದು ಸಮಸ್ಯೆಯ ಕುರಿತಾಗಿ ನಾವು ಹೇಳಿದೆವು. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ സാധ്യമാണ്. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಳಿದರು, ನಿಮಗೆ ಇಬ್ಬರು ಯಜಮಾನರಿಗೆ ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ദൈവത്തെയും മാമോനെയും ലോകത്തെയും ദൈവത്തെയും ഒരിക്കലും രണ്ടിനെയും കൂടെ കൊണ്ടുപോകാൻ സാധ്യമല്ല. ಲೋಕವನ್ನು ಮತ್ತೆ ದೇವರನ್ನು ಹಾಗೆ ಹಣವನ್ನು ದೇವರನ್ನು ಒಟ್ಟಿಗೆ ತಗೊಂಡು ಹೋಗಲಿಕ್ಕೆ ಆಗಲ್ಲ. കർത്താവ് അതിന് ഉദാഹരണം പറഞ്ഞത്, രണ്ട് വള്ളത്തിൽ കാലുകൾ വെക്കുവാൻ ഒരിക്കലും ഒരു വ്യക്തി കഴിയില്ല. ಕರ್ತನಾದ ಸ್ವಾಮಿ ಒಂದು ಉದಾಹರಣೆ ಹೇಳಿದರು, ಎರಡು ದೋಣಿಯ ಮೇಲೆ ಯಾರಿಗೂ ಕಾಲಿಟ್ಟು ಪ್ರಯಾಣ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. മുന്നോട്ട് പോയാൽ തികച്ചും നിശ്ചയമായും അത് ദുരന്തമാണ്, അപകടമാണ്, വെള്ളത്തിൽ വീഴുക തന്നെ ചെയ്യും. ಮುಂದಕ್ಕೆ ಹೋದರೆ ಖಂಡಿತವಾಗಿಯೂ ಒಂದು ದುರಂತ ಉಂಟಾಗ್ತದೆ, ನೀರಿನೊಳಗೆ ಬಿದ್ದು ಹೋಗ್ತಾರೆ. ഇത്ര വ്യക്തമായി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടും ഇന്നത്തെ ക്രൈസ്തവ സമൂഹം അഥവാ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ പള്ളികളിലും സഭാരാധനകളും കൂട്ടായ്മകളിലും പങ്കെടുക്കുന്ന ദൈവവചനം കേൾക്കുന്ന ആളുകൾ തന്നെ ഇന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം, പൂർണ്ണമായി ലോകത്തെ വെറുത്ത് സ്വയത്തെ വെറുത്ത് ക്രിസ്തുവിൽ മാത്രം അധിഷ്ഠിക്കപ്പെട്ട് മുന്നോട്ട് ജീവിക്കുവാൻ മടി കാണിക്കുന്നു. ಆದರೆ ಇವತ್ತಿನ ಕ್ರೈಸ್ತ ಸಮೂಹವಾಗಿರುವಂಥ ಅನೇಕರು ಅವರು ಸಭಾ ಆರಾಧನೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ತಾರೆ, ಆತ್ಮಿಕ ಕೂಟಗಳಲ್ಲಿ ಪಾಲ್ಗೊಳ್ತಾರೆ. ಆದರೆ ಸ್ವ ಇಷ್ಟಗಳನ್ನು ತ್ಯಜಿಸಿಕೊಂಡು ಕ್ರಿಸ್ತನ ಸ್ವಭಾವಗಳೊಂದಿಗೆ ಮುಂದುವರಿಯುವುದಕ್ಕೆ ಕಷ್ಟಪಡುತ್ತಾರೆ. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ്. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കും. ಲೂಕನು ಬರೆದ ಸುವಾರ್ತೆಯು 9ನೇ ಅಧ್ಯಾಯ 23ನೇ ವಾಕ್ಯದಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಎಲ್ಲರಿಗೂ ಹೇಳಿದ್ದೇನೆಂದರೆ, ಯಾವರಿಗಾದರೂ ನನ್ನ ಹಿಂದೆ ಬರುವುದಕ್ಕೆ ಮನಸ್ಸಿದ್ದರೆ ಅವನು ತನ್ನನ್ನು ನಿರಾಕರಿಸಿ ತನ್ನ ಶಿಲುಬೆಯನ್ನು ದಿನಾಲೂ ಹೊತ್ತುಕೊಂಡು ನನ್ನ ಹಿಂದೆ ಬರಲಿ. സ്വയത്തെ സമ്പൂർണമായി ക്രൂശിൽ സമർപ്പിച്ച് മരണത്തിനേൽപ്പിച്ച് സ്വയത്തെ വിട്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും ക്രൈസ്തവ ജീവിതം സാധ്യമേ അല്ല. ಸ್ವ ಇಷ್ಟಗಳನ್ನು ಶಿಲುಬೆಗೆ ಜಡಿಯಲ್ಪಟ್ಟು ಸಂಪೂರ್ಣವಾದ ಹೃದಯದೊಂದಿಗೆ ಕ್ರಿಸ್ತನನ್ನು ನಮಗೆ ಹಿಂಬಾಲಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. എന്നാൽ ഇന്ന്
പലപ്പോഴും സ്വയത്തെ സ്നേഹിക്കുവാൻ അല്ലെ സ്വയത്തെ വിടുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല. ಅನೇಕ ಸಮಯ ನಮಗೆ ಸ್ವ ಇಷ್ಟಗಳನ್ನು ಬಿಟ್ಟು ದೇವರನ್ನು ಪ್ರೀತಿಸುವುದಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. വളരെ ഗൗരവമായ വിഷയങ്ങൾ കർത്താവ് പറഞ്ഞിട്ടും വീണ്ടും നാം ദൈവവചനത്തെ നിഷേധിച്ചുകൊണ്ട്, ദൈവവചനത്തെ അവഗണിച്ചുകൊണ്ട്, നാം വീണ്ടും സ്വയത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ട്, ലോകത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ജഡത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെയാണ് ഇന്ന് ಮಹಾಭೂರಿಪಕ್ಷವು ನಮ್ಮ ಚುಟ್ಟುಂ ಕಾಣುವುದು. ಬಹಳಷ್ಟು ಗೌರವದೊಂದಿಗೆ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ್ದಾಗಿಯೂ ಸ್ವ ಇಷ್ಟಗಳನ್ನು ಹಿಡಿಕೊಂಡು ದೇವರ ಚಿತ್ತವನ್ನು ಬಿಟ್ಟು ಜೀವನ ಮಾಡುವಂತಹ ದೊಡ್ಡ ಒಂದು ಗುಂಪು ಜನಾಂಗದ ಮಧ್ಯದಲ್ಲಿ ನಾವಾಗಿದ್ದೇವೆ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചു, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഈ അധർമ്മം പ്രവർത്തിക്കുന്ന എല്ലാവരും എന്നെ വിട്ടു പോകുവീൻ. ഇവർ പറയുകയാണ്, ഞങ്ങൾ നിന്റെ നാമത്തിൽ വീര്യം പ്രവർത്തിച്ചു, പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി. ഇവർ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമം ഉൾക്കൊണ്ടുകൊണ്ട്, യേശുവിനെ അംഗീകരിച്ചുകൊണ്ട്, യേശുവിനെ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന സമൂഹത്തോടാണ് യേശു പറയുന്നത്, എന്നെ വിട്ടു പോകുവീൻ. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 7ನೇ ಅಧ್ಯಾಯ 22-23ನೇ ವಾಕ್ಯದಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಒಂದು ಗುಂಪು ಜನರನ್ನು ನೋಡಿಕೊಂಡು ಅವರು ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ದೆವ್ವಗಳನ್ನು ಹೊರಗಡೆ ಹಾಕೊಂಡು ಮಹತ್ಕಾರ್ಯಗಳನ್ನು ಮಾಡ್ತಾ ಇದ್ದವರಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಿದ್ದಾರೆ, ಅಧರ್ಮವನ್ನು ಮೀರಿ ನಡೆಯುವವರೇ ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗಿರಿ ಎಂಬುದಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട്, ಆದ ಕಾರಣ ನಮ್ಮ ಜೀವನವನ್ನು ನಾವು ಬಹಳಷ್ಟು ಸೂಕ್ಷ್ಮವಾಗಿ ಗಮನಿಸಿಕೊಂಡು, ഗൗരവമില്ലാതെ ഉള്ള ജീവിതമല്ല, ഇപ്പോൾ തന്നെ ഗൗരവമായ തീരുമാനത്തിലേക്ക് ചുവട്ടടികൾ വെച്ചില്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം ഒരു നഷ്ടക്കളിയാകും, ഒരു ദുരന്തമായി മാറുവാൻ എല്ലാ സാധ്യതകളുമുണ്ട്. ಗೌರವ ಇಲ್ಲದೆ ನಾವು ಜೀವನ ಮಾಡುವುದಲ್ಲ, ಗೌರವದೊಂದಿಗೆ ಜೀವನ ಮಾಡದೆ ಹೋದ್ರೆ ನಾವು ಒಂದು ಮೋಸಕ್ಕೆ ಒಳಗಾಗ್ತೇವೆ. എന്താണ് ഇത്ര വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതിനെ അവഗണിച്ചുകൊണ്ട്, സ്വയത്തെ സ്നേഹിച്ചുകൊണ്ട് ഇന്ന് ജനങ്ങൾ മുന്നോട്ട് പോകുന്നു? ಇಷ್ಟು ಸ್ಪಷ್ಟವಾಗಿ ಯೇಸು ಸ್ವಾಮಿ ತನ್ನ ವಾಕ್ಯದಲ್ಲಿ ಹೇಳಿದ್ದಾಗಿಯೂ ಸ್ವ ಇಷ್ಟಗಳಿಗೆ ಒಳಗಾಗಿಕೊಂಡು ಜನರು ಯಾತಕ್ಕೋಸ್ಕರ ಮುಂದುವರಿತಾ ಇದ್ದಾರೆ? ഞാൻ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, ശരിയായി ദൈവം പറയുന്ന, കർത്താവായ യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಳಿದಂತ ಮಾತುಗಳನ್ನು ಸರಿಯಾಗಿ ನಮಗೆ ಗ್ರಹಿಸಿಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗಿಲ್ಲ ಎಂಬುದು ನಾನು ಅರ್ಥ ಮಾಡಿಕೊಂಡಂತ ವಿಷಯವಾಗಿದೆ. ഗൗരവമായി തന്റെ ശിഷ്യന്മാരുടെ വിത്ത് വിതയ്ക്കുന്നവരുടെ ഉപമയെ കുറിച്ച് പറഞ്ഞു. ಆ ಬಿತ್ತುವವನ ಕುರಿತಾಗಿರುವಂತ ಒಂದು ಸಾಮ್ಯವನ್ನು ಯೇಸು ಸ್ವಾಮಿ ಬಹಳ ಗೌರವದೊಂದಿಗೆ ಹೇಳಿದರು. വിത്ത് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, ചില പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനരികെ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. ಬಿತ್ತುವಾಗ ಕೆಲವು ದಾರಿಯ ಮಗುಳಲ್ಲಿ ಬಿದ್ದವು, ಕೆಲವೊಂದು ಮುಳ್ಳು ಗಿಡಗಳ ಮಧ್ಯದಲ್ಲಿ ಬಿದ್ದವು, ಕೆಲವೊಂದು ಬಂಡೆ ಮೇಲೆ ಬಿದ್ದವು, ಕೆಲವೊಂದು ಒಳ್ಳೆಯ ನೆಲದ ಮೇಲೆ ಬಿದ್ದವು. കർത്താവ് അതിന് തെളിവ് കൊടുത്തത്, അല്ലെങ്കിൽ അതിന് വിവരണം കൊടുത്തത്, ദൈവത്തിൻ്റെ വചനം വിത്താണ്, അത് കേട്ട് ഗ്രഹിക്കാഞ്ഞാൽ സാത്താൻ വന്ന് പറക്കിക്കൊണ്ട് പോകും. ಯೇಸು ಸ್ವಾಮಿ ಅದನ್ನು ವಿವರಿಸಿ ಹೇಳಿದ್ದು ಈ ರೀತಿಯಾಗಿದೆ, ಯೇಸು ಸ್ವಾಮಿಯ ವಾಕ್ಯವು ಅದು ಬೀಜಕ್ಕೆ ಹೋಲಿಕೆ ಆಗಿದೆ. ಅದು ನಾವು ಕೇಳಿ ಗಮನವಿಡದೆ ಹೋದ್ರೆ ಸೈತಾನ್ ಬಂದು ಎತ್ತಿಕೊಂಡು ಹೋಗ್ತಾನೆ. പ്രിയ സ്നേഹിത, 100 കണക്കിന് പ്രസംഗ വേദികളിൽ, പ്രസംഗ കൺവെൻഷൻ ഗ്രൗണ്ടുകളിൽ, പ്രസംഗ കൂട്ടത്തിൽ ഞാനും നിങ്ങളുമായിട്ടും പലപ്പോഴും വീണ വിത്തുകൾ ഗ്രഹിക്കാതെ നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ലാതെ ശൂന്യമായ അനുഭവമാണെങ്കിൽ ഇതെങ്കിലും തിരിച്ചറിയണം, ഇത് സംഭവിച്ചത് വിത്ത് സാത്താൻ എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. ಪ್ರಿಯ ಸ್ನೇಹಿತರೆ, ಅನೇಕ ಕಡೆಗಳಿಗೆ ಹೋಗಿ ನಾವು ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳಿದ್ದಾಗಿಯೂ ಅದನ್ನು ಗ್ರಹಿಸಿಕೊಳ್ಳದೆ ನಾವು ಇರುವುದಾದರೆ ಅದರ ಅರ್ಥವೇನೆಂದರೆ ಸೈತಾನನು ನಮ್ಮಲ್ಲಿ ಬಿತ್ತಲ್ಪಟ್ಟಂತ ಆ ಬೀಜವಾಗಿರುವಂತ ವಾಕ್ಯವು ಎತ್ತಿಕೊಂಡು ಹೋದನು ಎಂಬುದಾಗಿ. എന്തുകൊണ്ടാണ് നമ്മുടെ സ്വയത്തിൽ അധിഷ്ഠിതപ്പെട്ട് നാം ജീവിക്കുന്നത്? ಯಾತಕ್ಕೋಸ್ಕರ ನಾವು ಸ್ವ ಇಷ್ಟಗಳಲ್ಲಿ ಅವಲಂಬಿಸಿಕೊಂಡು ಜೀವನ ಮಾಡ್ತಾ ಇದ್ದೇವೆ? നമ്മുടെ ശരിയായ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, സ്വയത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ അറിവോ അല്ലെങ്കിൽ നമ്മുടെ ശരിയായ ഐഡന്റിറ്റി, നാം ആരാണെന്നുള്ള തിരിച്ചറിവോ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ಸ್ವ ಇಷ್ಟದ ಕುರಿತಾಗಿರುವಂತ ಸರಿಯಾದ ತಿಳುವಳಿಕೆ ನಮಗಿಲ್ಲ, ಅಥವಾ ನಾವು ಯಾರು ಎಂಬಂತ ಆ ಒಂದು ಗುರುತು ನಮಗೆ ಇಲ್ಲದೆ ಹೋಗಿದೆ. ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, ನಮಗೆ ಒಂದು ಗುರುತಿನ ಕೊರತೆ. അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമുക്കറിയാം, ഇന്ന് തിരിച്ചറിയൽ കാർഡുകളുണ്ട്.
ನಾವು ಯಾರು ಎಂಬುದಾಗಿ ಗುರುತು ಹಿಡಿಲಿಕ್ಕೆ ಆಗದೆ ಹೋಗ್ತಾ ಇದ್ದೇವೆ. ಇವತ್ತು ನಮಗೆ ಗೊತ್ತು, ಗುರುತಿನ ಚೀಟಿಗಳಿವೆ. ഇന്ത്യ ഗവൺമെൻറ് തിരിച്ചറിയൽ കാർഡ്, ആധാർ ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ പല തിരിച്ചറിയൽ കാർഡുകളുണ്ട്. ഇതെല്ലാം ഈ വ്യക്തി ആരാണെന്ന്, ജനന ദിവസം ഏതാണെന്നും എവിടെ താമസിക്കുന്നുവെന്നും വ്യക്തിയെ തിരിച്ചറിയുന്നതാണ്. ഈ കാർഡ് നോക്കിയാൽ അറിയാം ആളാരാണെന്ന്. ಭಾರತ ಸರ್ಕಾರದ ಕಡೆಯಿಂದ ನಮಗೆ ರೇಷನ್ ಕಾರ್ಡ್ ಇದೆ, ಮತ್ತೆ ಆಧಾರ್ ಕಾರ್ಡ್ ಇದೆ. ಈ ರೀತಿಯಾಗಿ ನಾವು ಯಾರಾಗಿದ್ದೇವೆ ಮತ್ತೆ ನಮ್ಮ ಜನನ ದಿನಾಂಕ ಯಾವುದಾಗಿದೆ ಎಂಬುದಾಗೆಲ್ಲವೂ ನಮ್ಮನ್ನು ಗುರುತಿಸಿಕೊಳ್ಳುವುದಕ್ಕಾಗಿರುವಂತ ಗುರುತಿನ ಚೀಟಿ ಇದೆ. ആ വ്യക്തിയെ കുറിച്ചുള്ള ഐഡന്റിറ്റിയാണത്. ಆ ವ್ಯಕ್ತಿಯ ಕುರಿತಾಗಿರುವಂತ ಆ ವ್ಯಕ್ತಿಯನ್ನು ಗುರುತಿಸುವಂತ ಒಂದು ವಿಷಯವಾಗಿದೆ. വലിയ കമ്പനികൾ ജോലി ചെയ്യുമ്പോൾ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. ದೊಡ್ಡ ದೊಡ್ಡ ಕಂಪನಿಯಲ್ಲಿ ಕೆಲಸ ಮಾಡುವಾಗ ನಮಗೆ ಗುರುತಿನ ಚೀಟಿ ಕೊಡುತ್ತಾರೆ. കാർഡ് കാണുമ്പോൾ അറിയാം ഇന്ന കമ്പനിയുടെ മാനേജർ ആണ്, അല്ലെ മാനേജിംഗ് ഡയറക്ടർ ആണ്, അദ്ദേഹത്തിന്റെ പൊസിഷണൽ ടാഗ് ഉണ്ട്. അത് നോക്കുമ്പോൾ വി നോ ഹൂ ദിസ് പേഴ്സൺ ഈസ്. ಆ ಚೀಟಿ ಅಥವಾ ಆ ಗುರುತಿನ ಆ ಕಾರ್ಡ್ ನಾವು ನೋಡುವಾಗ ಗೊತ್ತಾಗ್ತದೆ ಆ ವ್ಯಕ್ತಿ ಯಾರು, ಆತನಿಗಿರುವಂತಹ ಸ್ಥಾನಮಾನಗಳು ಏನೆಂಬುದಾಗಿ. എന്നാൽ ഇന്ന് സമൂഹത്തിന്, ക്രൈസ്തവ സമൂഹത്തിന് പറ്റിയത് നാം ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു സംഘർഷം, ഒരു പ്രശ്നം, നാം ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ನಾವು ಯಾರು ಎಂಬುದಾಗಿ ಸರಿಯಾಗಿ ತಿಳ್ಕೊಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯವಾಗದಂತ ಒಂದು ಕೊರತೆ ನಮ್ಮಲ್ಲಿದೆ. അതുകൊണ്ട് നാം എന്തോ ആരോ ആണെന്ന് മറ്റാരെയോ ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ നാം നമ്മുടെ സ്വയത്തെ എവിടെയെല്ലാം ഉയർത്താമോ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ സ്വയത്തെ ഉയർത്തി കാണിക്കും. ಆದ ಕಾರಣ ನಾವು ಏನೇನು ಆಗಿದ್ದೇವೆ ಎಂಬುದಾಗಿ ಬೇರೆಯವರಿಗೆ ತೋರಿಸಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ನಮ್ಮ ಸ್ವ ಇಷ್ಟಗಳನ್ನು ಮೇಲಕ್ಕೆ ಎತ್ತಿಕೊಂಡು ನಾವು ತಿರುಗಾಡ್ತಾ ಇದ್ದೇವೆ. എനിക്ക് ഒരു സ്ഥാനമുണ്ടെങ്കിൽ ആ സ്ഥാനത്തെ എല്ലാവരും ബഹുമാനിക്കും അഥവാ എന്നെ ബഹുമാനിക്കും. ನನಗೆ ಒಂದು ಸ್ಥಾನವಿದ್ರೆ ನನ್ನನ್ನು ಎಲ್ಲರೂ ಗೌರವಿಸುತ್ತಾರೆ ಎಂಬುದಾಗಿ ಅಂದುಕೊಳ್ತಾರೆ. അതുകൊണ്ട് ഇല്ലാത്ത സ്ഥാനം പിടിച്ചെടുക്കുവാനും അഥവാ സ്ഥാനത്തിലിരിക്കുന്ന ആളെ മാറ്റി എനിക്ക് ആ സ്ഥാനത്താകുവാനും അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് പോകുവാൻ വേണ്ടി എന്തെല്ലാം മുടക്കി, പണം മുടക്കിയാണെങ്കിലും സ്വാധീനം മുടക്കിയാണെങ്കിലും അത് പിടിച്ചെടുക്കുവാൻ വേണ്ടി, ഉയർന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയുള്ള വ്യഗ്രത. ಆದ ಕಾರಣ ಒಂದು ಸ್ಥಾನವನ್ನು ಹಿಡಿದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಅಥವಾ ಒಂದು ಸ್ಥಾನದಲ್ಲಿರುವಂತಹ ವ್ಯಕ್ತಿಯನ್ನು ದೂರ ಮಾಡಿಕೊಂಡು ಆ ಸ್ಥಾನವನ್ನು ಹಿಡಿದುಕೊಳ್ಳುವುದಕ್ಕಾಗಿರುವ ಒಂದು ಶ್ರಮವನ್ನು ನಡೆಸುತ್ತೇವೆ. സ്ഥാനമുള്ള ഒരാൾക്ക് അതിനുവേണ്ടി വ്യഗ്രതപ്പെടേണ്ട, അതിനുവേണ്ടി തത്രപ്പെടേണ്ട ആവശ്യമില്ല. ಸ್ಥಾನವಿರುವಂತಹ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ಅದನ್ನು ಪಡೆದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಅವನು കഷ്ടപ്പെടുವ അഗത്യമില്ല. ഒരു സ്ഥാനത്തിലേക്ക് ഉയരാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും പണവും സമയവും എല്ലാം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നാം മനസ്സിലാക്കണം, ഈ വ്യക്തിക്ക് ശരിയായ സ്ഥാനത്തിൽ ഇരിക്കുന്നു എന്നുള്ള ബോധ്യതയോ ഉള്ളിൽ ഉറപ്പോ ഇല്ലാത്തത് കൊണ്ട് ഒരു സ്ഥാനത്തിലൂടി എന്തെങ്കിലും അംഗീകാരം പിടിച്ചു പറ്റാനാണ് സ്വന്തമായ ഒരു അംഗീകാരം അദ്ദേഹത്തിനില്ല. ಸ್ವಂತವಾದ ಒಂದು ಅಂಗೀಕಾರವೂ ಇಲ್ಲದ ಕಾರಣ ಒಂದು ಸ್ಥಾನವನ್ನು ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಅವನು ಬಹಳ ಕಷ್ಟಪಟ್ಟು ಸ್ಥಾನಕ್ಕಾಗಿ ಓಡಾಡ್ತಾನೆ. നാം ഒരു ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം, ರೋಮಾಪುರ ಪತ್ರಿಕೆಯ ಕಡೆಗೆ ನಮಗೆ ನೋಡೋಣ. അതിന്റെ 8-ാം അധ്യായം 14 തുടങ്ങിയുള്ള വാക്യങ്ങൾ. 8ನೇ ಅಧ್ಯಾಯ 14ನೇ ವಾಕ್ಯದಿಂದ ನೋಡೋಣ. 8-ാം അധ്യായം 14 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങൾ. ആ ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ಯಾರ್ಯಾರು ದೇವರ ಆತ್ಮನಿಂದ ನಡೆಸಿಕೊಳ್ಳುತ್ತಾರೋ ಅವರು ದೇವರ ಮಕ್ಕಳು. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ನೀವು ತಿರುಗಿ ಭಯದಲ್ಲಿ ಬೀಳುವ ಹಾಗೆ ದಾಸನ ಭಾವವನ್ನು ಹೊಂದಿದವರಲ್ಲ, ಮಗನ ಭಾವವನ್ನು ಹೊಂದಿದವರಾಗಿದ್ದೀರಿ. ಈ ಭಾವದಿಂದ ನಾವು ದೇವರನ್ನು ಅಪ್ಪ ತಂದೆಯೇ ಎಂಬುದಾಗಿ ಕೂಗುತ್ತೇವೆ. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ನಾವು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೇವೆ ಎಂಬುದಕ್ಕೆ ಪವಿತ್ರಾತ್ಮನೇ ನಮ್ಮ ಆತ್ಮದೊಂದಿಗೆ ಸಾಕ್ಷಿ ಹೇಳುತ್ತಾನೆ. 17-ാം വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ ಕಷ್ಟം ಅನುಭವಿಚಾಲತ್ರೆ. 17ನೇ ವಾಕ್ಯದಲ್ಲಿ ಮಕ್ಕಳಾಗಿದ್ದರೆ ಬಾಧ್ಯರಾಗಿದ್ದೇವೆ, ದೇವರಿಗೆ ಬಾಧ್ಯರು, ಕ್ರಿಸ್ತನೊಂದಿಗೆ ಬಾಧ್ಯರು. ಹೇಗೆಂದರೆ ಕ್ರಿಸ್ತನಿಗೆ ಸಂಭವಿಸಿದ ಬಾಧೆಗಳಲ್ಲಿ ನಾವು ಪಾಲುಗಾರರಾಗುವುದಾದರೆ ಆತನ ಮಹಿಮೆಯಲ್ಲಿಯೂ ಪಾಲುಗಾರರಾಗುವೆವು. ഈ ലോകത്തിൽ സ്വയത്തിൻ്റെ ഇമാജിനെ, സ്വയത്തിൻ്റെ പ്രതിമയെ
നമ്മൾ ആരോ ആണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാൻ വേണ്ടി നാം വ്യഗ്രത കാണിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം ആരാണെന്ന് പലപ്പോഴും നാം തിരിച്ചറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ನಮ್ಮ ಸ್ವ ಇಷ್ಟಗಳ ಮೂಲಕವಾಗಿ ನಾವು ಯಾರು ಆಗಿದ್ದೇವೆ ಎಂಬುದಾಗಿ ಬೇರೆಯವರ ಮುಂದೆ ತೋರಿಸಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಯಾಕೆ ಪ್ರಯತ್ನ ಮಾಡ್ತೇವೆ ಎಂಬುದಾಗಿ ಕೇಳಿದರೆ ನಾವು ಕ್ರಿಸ್ತನಲ್ಲಿ ಯಾರು ಎಂಬುದಾಗಿರುವಂತ ತಿಳುವಳಿಕೆ ನಮಗೆ ಇಲ್ಲದೆ ಇರುವಂತದ್ದು. ദൈവത്തിന്റെ വചന പ്രകാരം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ದೇವರ ಆತ್ಮನಿಂದ ನಡೆಸಿಕೊಳ್ಳುವವರೆಲ್ಲರೂ ದೇವರ ಮಕ್ಕಳಾಗಿದ್ದಾರೆ. അതിനർത്ഥം ദൈവത്തിന്റെ മക്കൾ ദൈവത്താൽ നടത്തപ്പെടും, ദൈവാത്മാവിനാൽ നടത്തപ്പെടും. ಅದರ ಅರ್ಥವೇನೆಂದರೆ ದೇವರ ಮಕ್ಕಳು ದೇವರ ಆತ್ಮನಿಂದ ನಡೆಸಲ್ಪಡುತ್ತಾರೆ. ശരിയായ ക്രിസ്ത്യാനി നീ ഒരു ദൈവ പൈതലാണ്. ಒಂದು ಸರಿಯಾದ ಕ್ರೈಸ್ತನು ನೀನು ತಿಳ್ಕೊಳ್ಬೇಕಾದ ವಿಷಯ, ನೀನು ದೇವರ ಮಗನಾಗಿದ್ದಿ. ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയുടെ ശ്രേഷ്ഠത, സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ മകനായി ഞാൻ മാറുക എന്നുള്ള പദവിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിയാൽ പിന്നെ നാം ഈ സെൽഫ് ഇമേജിന് പുറകെ പോവുകയില്ല. ಎಲ್ಲವನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದಂತ ದೇವರ ಮಕ್ಕಳು ನಾವಾಗಿದ್ದೇವೆ ಎಂಬುದಾಗಿ ತಿಳ್ಕೊಂಡ್ರೆ ನಾವು ಈ ಲೋಕದ ಪದವಿಗಳ ಹಿಂದೆ ಹೋಗಲ್ಲ. ഞാൻ ഇതിനെ പ്രകാരമാണ് കാണുന്നത്. ಈ ರೀತಿಯಾಗಿ ನಾನು ಅದನ್ನು ನೋಡ್ತಾ ಇದ್ದೇನೆ. ഒരു സംസ്ഥാനത്തിന്റെ DGP, ಒಂದು ರಾಜ್ಯದ DGP ಆಗಿರುವ പോലീസ് സേനയുടെ ആ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ തലവൻ, ಒಂದು ರಾಜ್ಯದ ಪೊಲೀಸ್ ಸೇನೆಯ ದೊಡ್ಡ ವ್ಯಕ್ತಿ, അദ്ദേഹം പോയി അടുത്ത ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ റിക്രൂട്ട്മെന്റ് നിൽക്കുമോ? ಅವರು ಯಾವತ್ತೂ ಹೋಗಿ ಒಂದು ಪೊಲೀಸ್ ಕಾನ್ಸ್ಟೇಬಲ್ ಆ ಹುದ್ದೆಗೆ ಅವರು ಹೋಗಿ ನಿಲ್ಲಲ್ಲ. ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയി റിക്രൂട്ട് ചെയ്യപ്പെടാൻ വേണ്ടി, തെരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടി ഒരു DGP അല്ലെ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോകുമോ? ಒಂದು ರಾಜ್ಯದ ಉನ್ನತ ಪೊಲೀಸ್ ಅಧಿಕಾರಿ ಆಗಿರುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ಆ ಪೊಲೀಸ್ ಕಾನ್ಸ್ಟೇಬಲ್ ಆಗಿ ಆಯ್ಕೆಗೊಳ್ಳುವಂತ ಒಂದು ಸ್ಥಾನಕ್ಕೆ ಅವರು ಹೋಗಲ್ಲ. ಅವರು ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു പഞ്ചായത്തിന്റെ മെമ്പറായി ഇലക്ഷന് നിൽക്കുമോ? ಒಂದು ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯವರು ಒಂದು ಪಂಚಾಯಿತಿಗೆ ಒಂದು ಎಲೆಕ್ಷನ್ ಚುನಾವಣೆಗೆ ನಿಲ್ತಾರೆ. ಅವರು അല്ലെ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടി ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പോയി തെരഞ്ഞെടുപ്പിന് നിൽക്കുമോ? ಒಂದು ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರಾಗಿ ಆಯ್ಕೆಗೊಳ್ಳುವುದಕ್ಕಾಗಿ ಒಂದು ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿ ಯಾವತ್ತೂ ಹೋಗಿ ನಿಂತ್ಕೊಳ್ಳುವುದಿಲ್ಲ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഇതാണ്, നാം ആരാണെന്ന് മനസ്സിലായാൽ നമ്മുടെ ഐഡന്റിറ്റി ക്രൈസിസ് അങ്ങ് മാറാമെങ്കിൽ പിന്നെ നാം സ്വയത്തെ ഉയർത്തുവാനും സ്വയസ്വാധീനത്തിന്റെയും പിന്നാലെ ഒരിക്കലും പോകയില്ല. ನಾವು ಯಾರು ಎಂಬುದಾಗಿ ಸರಿಯಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಂಡ್ರೆ ಸ್ವ ಇಷ್ಟಗಳಿಂದ ನಾವು ಯಾವತ್ತೂ ಹೋಗಲ್ಲ. നമ്മുടെ ആത്മീക അധികാരവും പുത്രത്വത്തിന്റെ പദവിയും ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചെറിയ ചെറിയ സ്ഥാനങ്ങൾക്കോ സ്വയത്തിന്റെ ഉയർച്ചകൾക്കു വേണ്ടിയോ ഒരിക്കലും പിന്നാലെ പോകയില്ല. ನಾವು ನಮ್ಮ ಆತ್ಮಿಕ ಪದವಿಯನ್ನು, ನಾವು ಕ್ರಿಸ್ತನ ಮಕ್ಕಳು ಎಂಬಂತ ಆ ಪದವಿಯನ್ನು ಅರ್ಥ ಮಾಡಿಕೊಂಡ್ರೆ ಈ ಲೋಕದ ಸ್ಥಾನಮಾನಗಳಿಂದ ನಾವು ಹೋಗಲ್ಲ. ഈ ലോകത്തിന്റെ കസേര കളിക്കും. ആത്മീയ ലോകത്തിലാണെങ്കിൽ തന്നെ ഞാൻ വലുതാണെന്ന് കാണിക്കുവാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രതയും നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തുവാനും, അത് സഭാതലങ്ങളിലാകട്ടെ അല്ലെങ്കിൽ മറ്റേത് തലങ്ങളിലാകട്ടെ, മറ്റുള്ളവരെക്കാൾ ഞാൻ ഉയർന്നു നിൽക്കണമെന്നുള്ള ചിന്തയിൽ പലപ്പോഴും സ്വയത്തെ ഉയർത്തുവാൻ നോക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കുമുള്ള വില മനസ്സിലാകാഞ്ഞിട്ടാണ്. ದೇವರ ಮುಂದೆ ನಮಗೆ ಇರುವಂತಹ ಬೆಲೆ ನಮಗೆ ಅರ್ಥವಾಗದೇ ಇರುವ ಕಾರಣ ನಾವು ಬೇರೆಯವರ ಮುಂದೆ ನಮ್ಮನ್ನು ನಾವೇ ಹೆಚ್ಚಿಸಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಸ್ವ ಇಷ್ಟಗಳ ಹಿಂದೆ ನಾವು ಓಡಾಡುತ್ತೇವೆ. നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന സത്യം, അഥവാ ഞാൻ ക്രിസ്തുവിൻ്റെ ഉള്ളിലായി കഴിയുമ്പോൾ, ക്രിസ്തു എൻ്റെ ഉള്ളിലായി കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ സകലത്തിനും ഞാൻ കൂട്ടവകാശിയാണ്, ക്രിസ്തുവിനോട് കൂടെ ഞാൻ എണ്ണപ്പെട്ടവനാണ്, ഗണിക്കപ്പെട്ടവനാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ലോകത്തിൻ്റെ മണ്ണാങ്കട്ടയ്ക്ക്, ഈ ലോകത്തിലെ ചപ്പും ചവറുകൾക്കും ഗാർബേജിനും പിന്നാലെ നാം ഒരിക്കലും പോകയില്ല. ನಾನು ಕ್ರಿಸ್ತನ ಒಳಗಡೆ ಇದ್ದೇನೆ, ಕ್ರಿಸ್ತನು ನನ್ನ ಒಳಗಡೆ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ, ಅದೇ ರೀತಿಯಾಗಿ ಕ್ರಿಸ್ತನ ಎಲ್ಲ ವಿಷಯಗಳಿಗೂ ನಾನು ಅವಕಾಶಿಯಾಗಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಂಡ್ರೆ ನಾವು ಈ ಲೋಕದ ಪ್ರಕಾರವಾಗಿರುವಂಥ ಯಾವ ವಿಷಯಕ್ಕೂ ಹೋಗುವುದಿಲ್ಲ. അതാണ് നാം റോമാലേഖനത്തിൻ്റെ ഈ 8-ാം അധ്യായത്തിൽ നാം വായിച്ചത്. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. അടുത്തത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ, സർവശക്തനായ ദൈവത്തെ.
ദൂരെ നിന്നുകൊണ്ട് വിളിക്കുന്നതല്ല. സ്വന്തം പിതാവിനെ ഒരു പുത്രൻ വിളിക്കുന്നത് പോലെ അപ്പാ, പിതാവേ എന്നു വിളിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ സ്നേഹത്തോടെ അടുത്തു വരുവാനുള്ള വലിയ പദവി തന്നിരിക്കെ അതിൻ്റെ ആഴവും ಅರ್ಥവും നാം മനസ്സിലാക്കുന്നില്ല. ರೋಮಾಪುರ ಪತ್ರಿಕೆ 8ನೇ ಅಧ್ಯಾಯ 15ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ನೀವು ತಿರುಗಿ ಭಯದಲ್ಲಿ ಬೀಳುವ ಹಾಗೆ ದಾಸನ ಭಾವವನ್ನು ಹೊಂದಿದವರಲ್ಲ, ಮಗನ ಭಾವವನ್ನು ಹೊಂದಿದವರಾಗಿದ್ದೀರಿ. ಈ ಭಾವದಿಂದ ನಾವು ದೇವರನ್ನು ಅಪ್ಪ ತಂದೆ ಎಂಬುದಾಗಿ ಕರೆಯುತ್ತೇವೆ. ನಮಗಿರುವಂತ ಆ ಕ್ರಿಸ್ತನ ಮೂಲಕವಾಗಿ ತಂದೆಯಾದ ದೇವರನ್ನು ಅಪ್ಪ ತಂದೆ ಎಂಬುದಾಗಿ, ಒಬ್ಬ ಮಗನು ತಂದೆಯನ್ನು ಅಪ್ಪ ಎಂಬುದಾಗಿ ಕರೆಯುವ ರೀತಿಯಲ್ಲಿರುವಂತ ಪದವಿಯನ್ನು ದೇವರು ನಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. ഈ ദൈവമക്കൾ എന്ന പദവിയുടെ ആഴവും ഉയരവും ശ്രേഷ്ഠതയും നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സാക്ഷ്യം ദൈവത്തിൻ്റെ ആത്മാവ് പറയണം. ഈ ആത്മതിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മുടെ സ്വയത്തെയോ ഞാനെന്ന ഭാവത്തെ ഉയർത്താൻ നാം ഒരിക്കലും ശ്രമിക്കുകയില്ല. ನಾವು ದೇವರ ಮಕ್ಕಳಾಗಿರುವಾಗ ದೇವರ ಮಕ್ಕಳು ಆ ಮಕ್ಕಳ ಪದವಿಯ ಆಳ ಅಗಲ ಅಥವಾ ಉದ್ದ ಎತ್ತರ ಅದರ ಆ ಒಂದು ವಿಷಯಗಳು ನಾವು ಅರ್ಥ ಮಾಡಿಕೊಂಡ್ರೆ ನಾವು ಯಾವತ್ತೂ ಸ್ವ ಇಷ್ಟದ ಹಿಂದೆ ಹೋಗಲ್ಲ. നമ്മുടെ സ്വയം ഉയരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മശക്തിയും ആത്മീക അംഗീകാരവും ആത്മീക തിരിച്ചറിവും നഷ്ടമാകുമ്പോഴാണ്. ಆತ್ಮದ ಒಂದು ನಡೆಸುವಿಕೆ ಇಲ್ಲದೆ ಹೋಗುವಾಗ ನಮ್ಮ ಆ ಸ್ವ ಇಷ್ಟಗಳು ಮೇಲಕ್ಕೆ ಬರುತ್ತದೆ. ആത്മീക അധികാരവും ആത്മീക ശക്തിയും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ಆತ್ಮಿಕ ಅಧಿಕಾರವನ್ನು ಆತ್ಮಿಕ ಶಕ್ತಿಯನ್ನು ದೇವರು ನಮಗೆ ದಯಪಾಲಿಸಿದ್ದಾನೆ. പ്രകാരമാണത് വായിക്കും, നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ಮಕ್ಕಳಾಗಿದ್ದರೆ ನಾವು ಬಾಧ್ಯರಾಗಿದ್ದೇವೆ, ದೇವರಿಗೆ ಬಾಧ್ಯರು, ಕ್ರಿಸ್ತನೊಂದಿಗೆ ಬಾಧ್ಯರು ಆಗಿದ್ದೇವೆ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അഥവാ നാം അവനോടുകൂടെ മഹുദ്ധീകരിക്കപ്പെടേണ്ടതിന്, ನಾವು ಆತನ ಸಂಗಡ ಮಹಿಮೆ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു ചെറിയ പദവിയിലേക്കല്ല, ഒരു വലിയ പദവിയിലേക്കാണ്. ದೇವರು ನಮ್ಮನ್ನು ಕರೆದಿರುವಂತದ್ದು ಒಂದು ಚಿಕ್ಕ ಪದವಿಗೆ ಅಲ್ಲ, ದೊಡ್ಡ ಒಂದು ಪದವಿಗೆ. ആ പദവി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ പദവികളെല്ലാം ഒന്നുമില്ലാത്ത വെറും ഗാർബേജസ് ആണ്. ಆ ಸ್ಥಾನಮಾನವನ್ನು ನಾವು ಅರ್ಥ ಮಾಡಿಕೊಂಡ್ರೆ ಈ ಲೋಕದಲ್ಲಿರುವಂತ ಎಲ್ಲಾ ಸ್ಥಾನಮಾನಗಳು ಅದು ಕಸವಾಗಿದೆ. ഈ ലോകത്തിലെ കാര്യങ്ങളോ സ്ഥാനങ്ങളോ പദവികളോ പൊസിഷൻസോ സ്വയത്തെയോ നാം വലുതായി കാണുന്നെങ്കിൽ അതിനർത്ഥം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വലിയ പദവിയെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ ഇന്ന് വരെ തുറന്നിട്ടില്ല. ನಾವು ಈ ಲೋಕದಲ್ಲಿರುವಂತಹ ಸ್ಥಾನಮಾನಗಳನ್ನು ದೊಡ್ಡದಾಗಿ ನಾವು ನೋಡುವುದಾದ್ರೆ ದೇವರು ನಮಗೆ ಕೊಟ್ಟಿರುವಂತಹ ಆ ದೊಡ್ಡ ಪದವಿಯನ್ನು ನಾವು ನಮಗೆ ಕಾಣಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. പ്രിയ സ്നേഹിതരെ, സ്വയത്തെ ക്രൂശിക്കുക, സ്വയത്തെ ഉയർത്തരുത്, സ്വയത്തെ നിർത്തേണ്ടിടത്ത് നിർത്തുക. നീ ആരാണെന്ന്, ക്രിസ്തുവിൽ നീ ആരാണെന്ന് ഇന്ന് തിരിച്ചറിയുക. ಸ್ವ ಇಷ್ಟಗಳನ್ನು ಶಿಲುಬೆಗೆ ಜಡಿಯಿರಿ, ಮತ್ತೆ ಸ್ವ ಇಷ್ಟಗಳನ್ನು ಎಲ್ಲಿ ನಿಲ್ಲಿಸಬೇಕು ಅಲ್ಲಿ ನಿಲ್ಲಿಸಿರಿ. ಕ್ರಿಸ್ತನಲ್ಲಿ ನೀವು ಯಾರಾಗಿದ್ದೀರಿ ಎಂಬುದಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳ್ರಿ. ഒരു വലിയ പദവിയിലേക്കാണ് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ದೊಡ್ಡ ಒಂದು ಮಹಿಮೆಯುಳ್ಳ ಪದವಿಗೆ ಕ್ರಿಸ್ತನು ನಮ್ಮನ್ನು ಕರೆದಿದ್ದಾನೆ. ഒരു വാക്യം കൂടെ വായിക്കുന്നു. ಇನ್ನೊಂದು ವಾಕ್ಯವನ್ನು ಓದುತ್ತೇನೆ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9 തുടങ്ങി 12 വരെയുള്ള വാക്യങ്ങളിൽ. ಕೊಲೋಸ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯ 9ನೇ ವಾಕ್ಯದಿಂದ ನಾವು ಓದ್ತೇವೆ. അതിപ്രകാരമാണ്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ ಪರಿಪೂರ್ಣರಾಗಿರಿക്കുന്നു. ಕ್ರಿಸ್ತನಲ್ಲಿಯೇ ದೇವರ ಸರ್ವ ಸಂಪೂರ್ಣತೆಯು ಅವತರಿಸಿ ವಾಸ ಮಾಡುತ್ತದೆ ಮತ್ತು ನೀವು ಆತನಲ್ಲಿದ್ದುಕೊಂಡೇ ಪರಿಪೂರ್ಣತೆಯನ್ನು ಹೊಂದಿದವರಾಗಿದ್ದೀರಿ. ക്രിസ്തുവിലുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും എല്ലാ പദവികളും എനിക്കും നിങ്ങൾക്കും അഥവാ ക്രിസ്തുവിനെ ഉണ്മയായി അനുഗമിക്കുന്ന എല്ലാ ശിഷ്യർക്കും കർത്താവ് വാഗ്ദാനം നൽകിയിരിക്കെ ഈ ലോകത്തിൻ്റെ പിന്നാലെ സ്വയത്തിൻ്റെ പിന്നാലെ ഒരിക്കലും പോകുവാൻ നമുക്ക് ഇടപെടരുത്. ಕ್ರಿಸ್ತನಲ್ಲಿರುವಂತಹ ಎಲ್ಲ ಆ ಅವಕಾಶಗಳು ಅಧಿಕಾರಗಳು ನಮಗೆ ಕೊಡಲ್ಪಟ್ಟಿರುವಾಗ ನಾವು ಯಾವತ್ತೂ ಈ ಲೋಕದ ಹಿಂದುಗಡೆ ನಮ್ಮ ಸ್ವ ಇಷ್ಟಗಳನ್ನು ಆಶ್ರಯಿಸಿಕೊಂಡು ಹೋಗಬಾರದು. അതിന്റെ 12-ാം വാക്യം പ്രകാരമാണ്. 12ನೇ ವಾಕ್ಯ ಈ ರೀತಿಯಾಗಿ ಓದ್ತೇವೆ. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും
അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള ವಿಶ್ವಾಸತಾಲ್ ಅವನೋಡುಗೂಡ ನಿങ്ങളും ಉಯർത്ತೆഴുന്നേൽക്കുകയും ചെയ്യും. ನೀವು ದೇಶಾಸ್ಥಾನದಲ್ಲಿ ಕ್ರಿಸ್ತನೊಂದಿಗೆ ಉಣಲ್ಪಟ್ಟದರಿಂದಲೇ ಆ ಸುನ್ನತಿಯನ್ನು ಹೊಂದಿದ್ದೀರಿ. ಇದಲ್ಲದೆ ಆತನನ್ನು ಸತ್ತವರೊಳಗಿಂದ ಎಬ್ಬಿಸಿದ ದೇವರ ಸಾಮರ್ಥ್ಯದಲ್ಲಿ ನಂಬಿಕೆ ಇಡುವುದರ ಮೂಲಕ ಅದರಲ್ಲಿ ಆತನ ಕೂಡ ಎದ್ದು ಬಂದಿದ್ದೀರಿ. ഒരു ക്രിസ്തു ശിഷ്യൻ ಒಬ್ಬ ಕ್ರೈಸ್ತ ಶಿಷ್ಯನು താൻ ക്രൂശിക്കപ്പെട്ടവനാണെന്നുള്ളതിൻ്റെ പുറമേ കാണിക്കുന്ന സാക്ഷ്യമാണ് ವಿಶ್ವಾಸ ಜಲಸ್ನಾനം. ತಾನು ತನ್ನಷ್ಟಕ್ಕೆ ತನ್ನನ್ನೇ ಶಿಲುಬೆಗೆ ಜಡಿದಿದ್ದಾನೆ ಎಂಬುದಕ್ಕೆ ಹೊರಗಡೆ ತೋರಿಸಿಕೊಳ್ಳುವಂತಹ ಒಂದು ಸೂಚನೆಯಾಗಿದೆ ದೀಕ್ಷಾಸ್ನಾನ. ಅದು ತಾൻ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെത്താൻ എടുക്കുന്ന തീരുമാനവും ക്രിസ്തുവിനോട് ചെയ്യുന്ന പ്രതിജ്ഞയുമാണ്. ക്രിസ്തനൊಂದಿಗೆ ಮಾಡಿಕೊಳ್ಳುವಂತಹ ಒಂದು ಒಡಂಬಡಿಕೆಯಾಗಿದೆ ಅದು. ഈ സ്നാനം കാണിക്കുന്നത് ഞാൻ എൻ്റെ സ്വയത്തിൽ മരിക്കപ്പെട്ടു, ഞാൻ അടക്കപ്പെട്ടു, ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റതുപോലെ ഒരു പുതുജീവിതത്തിൽ വസിക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നുവെന്നാണ്. ಈ ದೀಕ್ಷಾಸ್ನಾನವು ಸೂಚಿಸುವುದೇನೆಂದರೆ ನಾನು ಕ್ರಿಸ್ತನೊಂದಿಗೆ ಶಿಲುಬೆಗೆ ಜಡಿಯಲ್ಪಟ್ಟಿದ್ದೇನೆ, ಮತ್ತೆ ನಾನು ಉಣಲ್ಪಟ್ಟಿದ್ದೇನೆ, ಮತ್ತೆ ಹಾಗೆ ನಾನು ಪುನರುತ್ಥಾನಗೊಂಡಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಅದು ಸೂಚಿಸುತ್ತದೆ. പ്രിയ സ്നേഹിത, സ്നാനം വെറും വെള്ളത്തിൽ മുങ്ങി പൊങ്ങുകയല്ല. ದೀಕ್ಷಾಸ್ನಾನ ಎಂಬುದು ಬರೇ ನೀರಿನಲ್ಲಿ ಮುಳುಗಿ ಎದ್ದೇಳುವಂತದಲ್ಲ, ആഴമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. ಬಹಳ ಆಳವಾದ ಅರ್ಥವು ಅದರಲ್ಲಿ ಅಡಕವಾಗಿದೆ. ജഡത്തെ ക്രൂശീകരിക്കുന്നതാണ്, ಆ ಶರೀರವನ್ನು ಶಿಲುಬೆಗೆ ಜಡಿಯುವಂತದಾಗಿದೆ, സ്വയത്തെ മരിപ്പിക്കുന്നതാണ്, ಸ್ವ ಇಷ್ಟಗಳನ್ನು ಆ ಕ್ರೂಜೆಗೆ ಹಾಕುವಂತದಾಗಿದೆ. പുതു ജീവിതത്തിന്റെ അനുഭവമാണ്, ಹೊಸ ಜೀವನದ ಆ ಒಂದು ಅನುಭವವಾಗಿದೆ. വളരെ സന്തോഷത്തോടെ നിങ്ങളെ ആ പുതുജീവിതത്തിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക്, നിറഞ്ഞ ജീവിതത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತಹ ಒಂದು ಜೀವನಕ್ಕೆ ಅಥವಾ ತುಂಬಿ ತುಳುಕುವಂತಹ ಸಂತೋಷದ ಒಂದು ಜೀವನಕ್ಕೆ ನಾವು ನಿಮ್ಮನ್ನು ಆಹ್ವಾನ ಮಾಡುತ್ತೇವೆ. ಈ ವಾಕ್ಯಗಳ ಮೂಲಕವಾಗಿ ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. Thank you for watching us. And if you would like to know more about this truth, come and worship with us on Sunday morning 9:30 at Hormavagra. Call us on the number below, and I believe God is going to bless you, and may God bless you. Amen. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ